റുമാറ്റിക് ഹാർട്ട് ഡിസീസ് RSD ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനാണ് റിസൾട്ട് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ്. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ഫാരിങ്സ് ട്രക്കിയ ഉണ്ടല്ലോ, അവിടെ വിൻഡ് പൈപ്പ്, ആ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ് ഫാരിഞ്ചൈറ്റിസ്, സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ്. അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അതിൽ നിന്ന് ഉണ്ടാവുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് RSD, ഗ്രൂപ്പ് എ ബീറ്റ ഹീമലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കി. ചിലപ്പോൾ ചോദിക്കാം RSD കോസ്ഡ് ബൈ വിച്ച് ഏജന്റ്. ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കി. ഹീമലൈറ്റിക് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസലിനെ നശിപ്പിക്കുന്നു, ഹീമലൈസിസിന് വിധേയമാക്കുന്നു. അതുകൊണ്ടാണ് ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കിന്ന് നാമകരണം ചെയ്യാൻ കാരണം. റുമാറ്റിക് ഫീവർ ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് മാറുന്നത്. ക്രിപ്ലിംഗ് ഡിസീസ് ആണ്, ഡിസേബിലിറ്റി ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ഡിസീസ് ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് RSD. കോംപ്ലിക്കേഷൻ മേജർ ആയിട്ട് അത് ഡാമേജ് ചെയ്യുന്ന ഹാർട്ടിനെയാണ്. ബാക്കിയുള്ള എല്ലാ ഇതും റിവേഴ്സിബിൾ ആണ്, തിരിച്ച് റെഡിയായി വരും. പക്ഷെ ഹാർട്ടിന് ബാധിക്കുന്ന ഡാമേജ് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല, നമുക്കത് മരുന്ന് കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രിമച്ചർ ഡെത്തിന് കാരണമാകും. നമുക്ക് മെയിൻലി ചിൽഡ്രനിലാണ് ഈ ഡിസീസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാണുന്നത്. അവർക്ക് പ്രിമച്ചർ ഡെത്ത് ഉണ്ടാവാൻ കാരണമാവും. പിന്നെ റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷൻ കാരണമാവും. ലൈഫ് ലോങ് ട്രീറ്റ്മെന്റിനായിട്ടുള്ള ഒരു വഴി ഒരുക്കും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഡിസേബിലിറ്റീസും കൂടാനുള്ള കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് മേജർ പങ്കുണ്ട്. കാരണം ഹാർട്ടിനെയാണ് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. ബ്ലഡ് വെസൽ സിസ്റ്റത്തെയാണ് തകരാറാക്കുന്നത്, സർക്കുലേറ്ററി സിസ്റ്റത്തെയാണ് മേജറായിട്ട് തകരാറാക്കുന്നത്. ഇനി RSDയുടെ എപ്പിഡമോളജിക്കൽ ഫാക്ടർ ആണ്. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. RSD ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് കോസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് പറയാനുള്ള കാരണം. ഇനി മെയിൻ ഏജന്റ് ഞാൻ നേരത്തെ പറഞ്ഞ റുമാറ്റിക് ഫീവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന മേജർ ഏജന്റ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് സോർ. ഞാൻ പറഞ്ഞില്ലേ, ഫാരിങ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ സോർ ഉണ്ടാവും. അങ്ങനെ അത് കോസ് ചെയ്യും, അത് RSDയിലേക്ക് നയിക്കും. അതിന്റെ പേരാണ്, ഏജന്റിന്റെ പേരാണ് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കി. RSD ഏജന്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരത്തുള്ളൂ അന്നേരം നമ്മൾ ഓർത്തെഴുതണം ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന്. പിന്നെ RSDയുടെ കാരിയേഴ്സ് അല്ല ഈ പറയുന്നത്, സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസിന്റെ കാരിയേഴ്സാണ് പറയുന്നത്. കൺവാലസന്റ് കാരിയേഴ്സ് ഉണ്ട്, ട്രാൻസിയന്റ് കാരിയേഴ്സ് ഉണ്ട്, ക്രോണിക് കാരിയേഴ്സ് ഉണ്ട്. ക്രോണിക് കാരിയേഴ്സ് നീണ്ടു പോകും, എന്ന് വെച്ചാൽ ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം കാരിയേഴ്സ് ആണ്. കൺവാലസൻ എന്ന് പറയുമ്പോൾ ഡിസീസ് തീരാതാകുന്ന സമയത്ത് അവർ കൺവാലസന്റ് കാരിയേഴ്സ് ആവും. എന്നുവെച്ചാൽ ഡിസീസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കീഴടക്കി കഴിഞ്ഞ് തീരാതായ ഒരു സമയം, ഡിസീസിന്റെ ലെവൽ കുറഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. ആ കൺവാലസൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് കാരിയർ ആവും അവർക്ക് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റ് ഫാക്ടർ, ഈ RSDയുടെ ഹോസ്റ്റ് ഫാക്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏജ്, റുമാറ്റിക് ഫീവർ ചൈൽഡ്ഹുഡിൽ മേജറായിട്ട് ബാധിക്കുന്ന ഒരു ഡിസീസാണ്. പിന്നെ അഡോളസെന്റ് 5 to 15 years ഓഫ് ഏജ് ആണ് മേജറായിട്ട് റുമാറ്റിക് ഡിസീസ് റുമാറ്റിക് ഫീവർ ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതൽ. അഡൾട്ട്സിനൊന്നും ഈ ഡിസീസ് വരൂല, അഡൾട്ട്സിനൊന്നും അങ്ങനെ വരാൻ ചാൻസസ് ഇല്ല. അഡൾട്ട്സിൽ 20% ചാൻസസ് ഉള്ളൂ, വളരെ കുറവാണ്. റുമാറ്റിക് ഫീവർ മേജറായിട്ട് ബാധിക്കുന്ന ചൈൽഡ്ഹുഡിലും അഡോളസെന്റും ആണ്, എന്നാൽ അഡൾട്ട്സിന് 20% ചാൻസസേ ഉള്ളൂ. ബോത്ത് സെക്സസിനെ അഫക്റ്റ് ചെയ്യുന്നു റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. പക്ഷേ ഫീമെയിൽസിനാണ് ഇത് ഏറ്റവും കൂടുതൽ ചാൻസസ്. നേരത്തെ നമ്മൾ സ്ട്രോക്കിനും ഹൈപ്പർ ടെൻഷനും കണ്ടത് മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ്, മെയിൽസിനാണ് ഫീമെയിൽസിനെ കാട്ടിലും ചാൻസസ് കൂടുതൽ. പക്ഷേ ഇവിടെ ഫീമെയിൽസിനാണ് മെയിൽസിനെ കാട്ടിലും ചാൻസസ് കൂടുതൽ. പ്രൊഗ്നോസിസും വേഴ്സ് ആണ് ഫീമെയിൽസിന്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഏകദേശം ബോത്ത് സെക്സിന് ഈക്വൽ ആണ്, പക്ഷെ പ്രൊഗ്നോസിസ്, അതിന്റെ ഇനിഷിയേഷൻ, അതിന്റെ തുടക്ക സ്റ്റേജ് ഫീമെയിൽസിന് വേഴ്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ്. ഇവിടെ ഏകദേശം ഈക്വൽ ആണ് ചാൻസസ്. മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ തന്നെ ഡിസീസ് കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഇവിടെ ഇനിഷിയേഷൻ, പ്രൊഗ്നോസിസ് വേഴ്സ് ആണ് ഫീമെയിൽസിൽ. ഇനിഷിയേഷൻ, ഡിസീസ് തുടങ്ങുന്ന സ്റ്റേജ് ഫീമെയിൽസിന് കുറച്ചും കൂടെ വേഴ്സ് ആയിരിക്കും, എന്നുവെച്ചാൽ മോശമായിരിക്കും എന്നർത്ഥം. ഇനി ഇമ്മ്യൂണിറ്റി, റുമാറ്റിക് ഫീവർ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്റ്റ് സിറ്റുവേഷനിൽ ഒരു ആന്റിജനിക് റിലേഷൻഷിപ്സ് കാണും. അങ്ങനെ ഒരു ചെറിയൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. ചെറിയൊരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുള്ളൂ, വലിയ ഇമ്മ്യൂണിറ്റി ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ചിക്കൻ ബോക്സിന്റെ അറ്റാക്ക് ഒരു വലിയ ഇമ്മ്യൂണിറ്റി കിട്ടും, പക്ഷെ അത്ര ഇമ്മ്യൂണിറ്റി ഒന്നും റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. അതൊരു സോഷ്യൽ ഡിസീസ് ആണ്. പോവർട്ടി, ഓവർക്രൗഡിങ്, പൂർ ഹൗസിംഗ് കണ്ടീഷൻസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അല്ലെങ്കിൽ ഇന്നഡിക്കേറ്റ് ഹെൽത്ത് ലെവൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് റുമാറ്റിക് ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓവർ ക്രൗഡിങ്, പൂർ ഹൗസിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക്, ഇന്നഡിക്കേറ്റ് ഹെൽത്ത് സർവീസ് ഉള്ളവർക്ക് ഒക്കെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട്
സോഷ്യൽ ഡിസീസ് ആണ് എന്ന് പറയാൻ കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഒരു സോഷ്യൽ ഡിസീസ് ആണ്. പോവർട്ടി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓവർ ക്രൗഡിംഗ് ഉള്ള സ്ഥലത്ത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഹൗസിങ്, പ്രോപ്പർ ഹൗസിംഗ് അല്ലെങ്കിൽ പ്രോപ്പർ വെന്റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഹെൽത്ത് സർവീസിന്റെ ഇൻഅഡിക്കൻസി, ഹെൽത്ത് സർവീസ് എത്താത്ത ഇടങ്ങളുണ്ടല്ലോ, എത്താത്ത ഇടങ്ങളിൽ മറ്റേ മൊബൈൽ ടവർ പോലും ഇല്ലാത്ത ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ഇവിടെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പടരാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അവിടെ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ അവരെ ബുദ്ധിമുട്ടാണ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവെ ആ ഏരിയയിൽ താമസിക്കുന്നത്. പിന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ മേജർ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണ്. 5 to 15 ഇയേഴ്സ് ഉള്ള സ്കൂൾ ഗോയിങ് അഡോളസെന്റ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ആണ് 5 to 15 ഇയേഴ്സ് ഉള്ള. അവർക്കാണ് മേജർ ആയിട്ട് ഇത് ബാധിക്കാനുള്ള ചാൻസസ് കൂടുതൽ. പിന്നെ സ്ലം ഡെല്ലേഴ്സിന് ബാധിക്കാം. പിന്നെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി 20% ചാൻസ് എന്ന് പറയുന്നില്ല, അത് ഈ മേജർ ആയിട്ട് സ്ലം ഡെല്ലേഴ്സ് ആണ്. പിന്നെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നവർ, ബാരാക്സ്, മിലിറ്ററി ക്യാമ്പ്, ഇതാണ് മിലിറ്ററി ക്യാമ്പ്. മിലിറ്ററി ക്യാമ്പിൽ ഉള്ളവർ അടച്ചിട്ട മുറി, ക്ലോസ്ഡ് ക്യാമ്പാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയസിൽ അവർ വർക്ക് ചെയ്യുന്നതാണ്, അതിനെ അവിടെ ലീവ് ചെയ്യുന്നതാണ്. അന്നേ അതിനനുസരിച്ച് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്ന ചാൻസസ് അവിടെ കൂടുതലാണ്. വെന്റിലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നേരത്തെ പൂർ ഹൗസിംഗ് കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ആ കണ്ടീഷൻസ് ഒക്കെ അവിടെ വരാം. അങ്ങനെ അവർക്ക് ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ ക്ലിനിക്കൽ ഫാക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് ഫീവർ. റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് മൈനർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, മേജർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. പോളി ആർത്രൈറ്റിസ്, കാർഡിയൈറ്റിസ് ഒക്കെ മേജർ മാനിഫെസ്റ്റേഷൻ ആണ്. പോളി ആർത്രാൾജിയ മൈനർ മാനിഫെസ്റ്റേഷൻ ആണ്. അത് നമ്മൾ ഇനി പറയുന്നുണ്ട്. ഫീവർ ക്ലിനിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഫീവർ ഇൽനെസ് തുടങ്ങുമ്പോൾ മാത്രം പ്രസന്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, മലേറിയ കൂട്ട് തന്നെ സ്വെറ്റിംഗ് ഉള്ള ഒരു ഡിസീസാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. പിന്നെ ഫീവർ 12 വീക്സ് 12 ആഴ്ചകളിൽ കൂടും, എന്നിട്ട് പിന്നെയും വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. 12 ആഴ്ചയിൽ കൂടി നിൽക്കുന്ന ഫീവർ ഉണ്ട്, 12 ആഴ്ച അധികം കൂടി നിൽക്കുന്ന ഫീവർ ഉണ്ട്. പിന്നെ അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസസും വളരെ വളരെ കുറവാണ്. പിന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ 90% കേസസിലും പോളി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു മേജർ മാനിഫെസ്റ്റേഷൻ കാണും. അതാണ് മേജർ ഇൻഡിക്കേറ്റർ. ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള മേജർ ഇൻഡിക്കേറ്റർ ആണ് പോളി ആർത്രൈറ്റിസ്. അത് 90% കേസസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉള്ള എല്ലാ 90% കേസസിലും 190 ആൾക്കാരെ എടുത്താലും അവർക്ക് പോളി ആർത്രൈറ്റിസ് ഉണ്ടായിരിക്കും. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, ആംഗിൾസിന് ഇൻഫ്ലമേഷൻ കാണും, നീസിന്റെ ഇൻഫ്ലമേഷൻ കാണും, എൽബോസിന് റിസ്റ്റിനൊക്കെ ഇൻഫ്ലമേഷൻ കാണും, ഇൻവോൾവ് ചെയ്യും. പക്ഷേ അത് റിട്ടേൺ എന്ന് വെച്ചാൽ അത് റിവേഴ്സിബിൾ ആണ്, തിരിച്ചു വരും. റെസിഡ്യൂവൽ ഡാമേജ് ഒന്നും ഇല്ലാതെ തിരിച്ചു വരും. ഹാർട്ടിൽ മാത്രമേ ഇത് ഫുള്ള് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള ഇടത്തൊക്കെ അത് റെസിഡ്യൂവൽ ഡാമേജ് ഇല്ലാതെ തിരിച്ചു വരും. പിന്നെ പെയിനും സ്വെല്ലിങ്ങും പെട്ടെന്ന് തന്നെ വരും. പോളിയാർത്രൈറ്റിസ് ഉള്ള കേസസിൽ പെയിനും സ്വെല്ലിങ്ങും പെട്ടെന്ന് തന്നെ വരും. അത് 5 to 7 ദിവസം, 5 to 7 ഡേയ്സിനുള്ളിൽ അത് സബ്സൈഡ് ചെയ്യും. അതെന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും മാറും. റെസിഡ്യൂവൽ ഡാമേജ് ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറും. പെട്ടെന്ന് തന്നെ പെയിനും സ്വെല്ലിങ്ങും വരും, പക്ഷെ 5 to 7 ഡേയ്സ് ഡ്യൂറേഷനോടുകൂടി അത് അവസാനിക്കും. റെസിഡ്യൂവൽ ഡാമേജ് ഒന്നും കാണില്ല പോളിയാർത്രൈറ്റിസ് ഉള്ള കേസസ്. കാർഡിയൈറ്റിസ് ആണ് ശരിക്കും പറഞ്ഞാൽ റെസിഡ്യൂവൽ ഡാമേജ് ഉള്ളത്. കാർഡിയൈറ്റിസ് 60 to 70% കേസസിൽ കാർഡിയൈറ്റിസ് ഉണ്ടാവാറുണ്ട്. എല്ലാ ലേയേഴ്സ് ഓഫ് ഹാർട്ട്, മയോകാർഡിയം ഉണ്ട്. ഹാർട്ടിന് 3 ലേയേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ട്: മയോകാർഡിയം, എൻഡോകാർഡിയം, പെരികാർഡിയം. പിന്നെ ഹാർട്ട് വാൽസ്, അയോട്ട, പൾമണറി വാൽവ്, അങ്ങനെയുള്ള വാൽസ് എല്ലാം ഇൻവോൾവ് ചെയ്യും കാർഡിയൈറ്റിസ്. 60 to 70% കേസസിൽ RSD ഉള്ള കേസസിൽ കാർഡിയൈറ്റിസ് ഉണ്ടാവാനുണ്ട്. കാർഡിയൈറ്റിസ് 3 ലേയേഴ്സ് ഓഫ് ഹാർട്ട്, മയോകാർഡിയം, എൻഡോകാർഡിയം, പെരികാർഡിയം ഇൻവോൾവ് ആവാറുണ്ട്. പിന്നെ ടക്കിക്കാർഡിയ ഇൻവോൾവ്മെന്റ് ഓഫ് ഹാർട്ട് ഈസ് മാനിഫെസ്റ്റ് ബൈ ടക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നു. ബ്രാഡിക്കാർഡിയ എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നു. ടക്കിക്കാർഡിയ ഹാർട്ട് റേറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഹാർട്ട് ഇൻവോൾവ് ആകുമ്പോൾ, ഇൻഫ്ലമേഷൻ ഇൻവോൾവ് ആകുമ്പോൾ അതിനനുസരിച്ച് ഹാർട്ട് റേറ്റ് കൂടുമല്ലോ. പിന്നെ പെരികാർഡിയറ്റിസ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഹാർട്ട് പേര് അങ്ങനെ മരണത്തിലേക്ക് നയിക്കും. കാർഡിയക് എൻലാർജ്മെന്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാർഡിയൈറ്റിസ് 60 to 70% കേസസിൽ ഒക്കർ ചെയ്യാനുള്ളൂ. അത് കാർഡിയക് എൻലാർജ്മെന്റിന് ചാൻസ് ഉണ്ട്, ഹാർട്ട് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പെരികാർഡിയം ഡയറി ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഹാർട്ട് പേര് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന്റെ വേരിയേഷൻസ് നമുക്ക് ECG എടുത്ത് നോക്കി കറക്റ്റ് അറിയാൻ പറ്റും. ECG എടുത്ത് നോക്കിയാൽ PQRS എന്ന് പറഞ്ഞൊരു QRS വേവ് കോംപ്ലക്സ്, P വേവ്, T വേവ് എന്ന് പറഞ്ഞ വേവ് ഉണ്ട്. ആ വേവിൽ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇവിടെ ECG എന്ന് പറയുമ്പോൾ വേരിയേഷൻ ഉള്ള, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വേരിയേഷൻ ഉള്ള, അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഈ ECG ഉള്ള ഒരു പേഷ്യന്റിനുള്ള ECG ഇവർക്ക് വരില്ല, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്. പിന്നെ നൊഡ്യൂൾസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ മെയിൻ ഒരു സംഭവമാണ് സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ്. അതൊരു മേജർ മാനിഫെസ്റ്റേഷൻ ആണ്. അത് 4 ആഴ്ചക്ക് കഴിഞ്ഞിട്ട്, ആ ഡിസീസ് ഉണ്ടായ 4 ആഴ്ചക്ക് കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ റുമാറ്റിക് ഫീവർ ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസിലേക്ക് നയിക്കുന്നത്.
ഡിസീസ് ഉണ്ടായ 4 ആഴ്ചയ്ക്ക് ശേഷമേ ഇത് അപ്പിയർ ചെയ്യത്തുള്ളൂ, നൊഡ്യൂൾസ് എന്ന് വെച്ചാൽ ജസ്റ്റ് മുഴ പോലത്തെ ഒരു സംഭവം. മുഴ, ജസ്റ്റ് ഒരു മുഴ, ഒരു ചെറിയൊരു മുഴ. അത് സ്കിന്നിന് ബിലോ ആണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അപ്പിയർ ചെയ്യുക ബിലോ പാർട്ടിലാണ് അപ്പിയർ ചെയ്യുന്നത്. അത് സ്മാൾ ആണ്, പെയിൻലെസ് ഒന്നും കാണത്തില്ല, പെയിൻ ഒന്നും കാണൂല, നോൺ ടെൻഡർ ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഈ ചിക്കൻ ബോക്സിന് ഉണ്ടാവുന്ന ടെൻഡർനെസ്, മറ്റേത് ഡ്യൂഡ്രോപ്പ് അപ്പിയറൻസ്, അങ്ങനെയുള്ള അപ്പിയറൻസ് ഒന്നും ആയിരിക്കത്തില്ല. റെസിഡ്യൂവൽ ഡാമേജ് ഒന്നും ഇല്ല. ഈ നൊഡ്യൂൾസ് വന്നാൽ അതുപോലെ തന്നെ തിരിച്ചു പോകും, റിവേഴ്സിബിൾ ആണ്, റെസിഡ്യൂവൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പൊതുവെ. ഹാർട്ടിന് ഉണ്ടാകുന്ന കാര്യമേ ഉള്ളൂ റെസിഡ്യൂവൽ ഡാമേജ് ഉണ്ടാകാൻ. ഹാർട്ട് ഫുള്ള് ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ബ്രെയിൻ ഇൻവോൾവ്മെന്റ്, RSDയുടെ ബ്രെയിൻ ഇൻവോൾവ്മെന്റ് ആണ് പറയുന്നത്. ബ്രെയിനിലെ ഡിസീസ് ബാധിക്കും, അങ്ങനെ സെൻസറി റിഫ്ലക്സുകളെ ബാധിക്കും, അങ്ങനെ ആംസ്, ലെഗ്സ്, ബോഡിയുടെ ഫുള്ള് ജെർക്കി മൂവ്മെന്റ് ആയിരിക്കും. ഒന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടക്കുക എന്ന് പറയുന്നതാണ് ജെർക്കി മൂവ്മെന്റ്. ഈ കള്ളു കുടിച്ച ഒരു ജെർക്കി മൂവ്മെന്റ് കാണിക്കത്തില്ലേ, അതുപോലെ അന്തവും കുന്തവും ഇല്ലാതെ നടക്കുന്നതാണ് ജെർക്കി മൂവ്മെന്റ്. പിന്നെ സ്കിൻ റാഷ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വേരിയസ് ടൈപ്പ് ഓഫ് സ്കിൻ റാഷ് ഒക്കർ ചെയ്യാറുണ്ട്. നൊഡ്യൂൾസ് ഒക്കെ ഒക്കർ ചെയ്യാറുണ്ട്, സ്കിൻ റാഷ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ പറയാൻ വന്ന ഡയഗ്നോസിസ് ഓഫ് RSD ആണ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ ഡയഗ്നോസിനെ പറ്റിയാണ് പറയാൻ വന്നത്. മെയിൻ ആയിട്ട് 6 ക്രൈറ്റീരിയ ആണ്. റുമാറ്റിക് ഫീവർ ആണോ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണോ ഡയഗ്നോസ് ചെയ്യുന്നത് 6 മേജർ ക്രൈറ്റീരിയ ആണ്. ഒന്ന്, ഫസ്റ്റ് പ്രൈമറി എപ്പിസോഡ് ഉള്ളൂ. റുമാറ്റിക് ഫീവർ ആദ്യമായിട്ട് ഉണ്ടാകുന്നവരെ ഒരു സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് അതൊരു ക്രൈറ്റീരിയ ആണ്. പിന്നെ റിക്കറന്റ് അറ്റാക്സ് ഓഫ് റുമാറ്റിക് ഫീവർ ഇൻ പേഷ്യന്റ് വിത്തൗട്ട് RSD. റുമാറ്റിക് ഫീവർ ഉണ്ട് എന്നാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസിലോട്ട് പോയിട്ടില്ല, ആ പേഷ്യൻസിന് റുമാറ്റിക് ഫീവർ പിന്നെയും പിന്നെയും വരുന്നു. ഫസ്റ്റ് അറ്റാക്ക് അല്ല, റുമാറ്റിക് ഫീവർ പിന്നെയും പിന്നെയും വരുന്ന അവസ്ഥ, അതൊരു സെപ്പറേറ്റ് ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. ഇനി റുമാറ്റിക് ഫീവറും ഉണ്ട്, RSDയിലോട്ട് പോയി എന്നാൽ ഫസ്റ്റ് എപ്പിസോഡും അല്ല, റെക്കറന്റ് അറ്റാക്സ് ആണ്, വീണ്ടും വീണ്ടും റുമാറ്റിക് ഫീവർ വരുവാണ്, RSD ഉള്ള പേഷ്യന്റ് ആണ്, അവരെ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. റുമാറ്റിക് കോറിയ ഉള്ളവരെ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. പിന്നെ റുമാറ്റിക് ആർത്രൈറ്റിസ് പെട്ടെന്ന് തന്നെ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ജോയിന്റ്സിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കാറ്റഗറിയിലേക്ക് മാറ്റുന്നു, ഇൻസീഡിയസ് ഓൺസെറ്റ് റുമാറ്റിക് ആർത്രൈറ്റിസ്. ഇനി ക്രോണിക് RSD റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വളരെ നീണ്ട നാള് നിലനിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുമെങ്കിൽ അത് അവരെ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ആ ഡിസീസ് ഒരു തരത്തിലും കുറയുന്നില്ല, NCD ആയിട്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട്, ക്രോണിക് ഡിസീസ് ആയിട്ട് കുറെ നാൾ നീണ്ടു പോവുകയാണെങ്കിൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രൈറ്റീരിയ ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നു. ഇനി റുമാറ്റിക് ഫീവറിന്റെ ഡയഗ്നോസിസ് ഉള്ള ക്രൈറ്റീരിയ ആണ് പറയുന്നത്. റുമാറ്റിക് ഫീവർ ഉള്ളവർക്ക് ഒരു മേജർ അല്ലെങ്കിൽ ഒരു മൈനർ മാനിഫെസ്റ്റേഷൻ പ്ലസ് ലബോറട്ടറി റിസൾട്ടും കൂടെ ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു മേജറും ഒരു മൈനറും ഉണ്ട്, ഒരു മൈനർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, പിന്നെ ലബോറട്ടറി റിസൾട്ടും കൂടെ വേണം, എന്നാലും റുമാറ്റിക് ഫീവർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 2 മേജർ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ആയിട്ട് കണക്ക് കൂട്ടാം. 2 മേജറും 2 മൈനർ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ആയിട്ട് കണക്ക് കൂട്ടാം. ഒരു മേജർ അല്ലെങ്കിൽ ഒരു മൈനർ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ ലബോറട്ടറി റിസൾട്ടിനും കൂടെ സഹായം വേണ്ടി വരും റുമാറ്റിക് ഫീവർ ആണെന്ന് കൺഫേം ചെയ്യാൻ. 2 മേജർ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ എന്നാൽ അങ്ങനെയല്ല, റുമാറ്റിക് ഫീവർ ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. 2 മേജറും 2 മൈനറും ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാം. ഒരു മേജറും ഒരു മൈനറും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലബോറട്ടറി റിസൾട്ടിന്റെ ആവശ്യം. 2 മേജറും 2 മൈനർ ആയാലും റുമാറ്റിക് ഫീവർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാം. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ പ്രിവെൻഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ, റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ പ്രൈമറി പ്രിവെൻഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റുമാറ്റിക് ഫീവർ ഉള്ള എല്ലാ പേഷ്യൻസിനും സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ കാണും. ഈ നേരത്തെ പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടല്ലോ, സ്ട്രെപ്റ്റോകോക്കൽ ഫാൻജൈറ്റിസ് ഉള്ള അസുഖമുള്ളവർക്കാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നത്. അവരെ പെൻസിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. റുമാറ്റിക് ഫീവർ ഉള്ള എല്ലാ പേഷ്യന്റിനും സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ കാണും, സ്ട്രെപ്റ്റോകോക്കൽ ഫാൻജൈറ്റിസ് കാണും, അവരെ പെൻസിലിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുക. അത് ഡിഫിക്കൽട്ട് ആണ്, ശരിക്കും പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഒരു RSD കേസിന് 1000 കേസെങ്കിലും സ്ട്രെപ്റ്റോകോക്കൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഒരു RSD കേസിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള 1000 കേസിനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് ഒരു RSD കേസെങ്കിലും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് അതിൽ. സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള 1000 പേരെ ഡയഗ്നോസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഒരു സിംഗിൾ കേസ്, ഒരു RSD ഒരു കേസെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് RSDയിലോട്ട് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അതാണ് പ്രൈമറി പ്രിവെൻഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എല്ലാ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ കേസസിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് പെൻസിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണ് ഹൈ റിസ്ക് ഗ്രൂപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 5 to 15 years ഉള്ള സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആണ് ഹൈ റിസ്ക് ഗ്രൂപ്പ്. അവർക്ക് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഫാൻജൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരെ സർവൈലൻസ് ചെയ്യുക. ആക്റ്റീവ് സർവൈലൻസ് ഉണ്ട്, പാസീവ് സർവൈലൻസ് ഉണ്ട്. അങ്ങനെ സർവൈലൻസ് ചെയ്യുക ഫാൻജൈറ്റിസിന് വേണ്ടി. അങ്ങനെ കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്യും. സ്കൂൾ ഗോയിങ് ചിൽഡ്രനെയൊക്കെ
എത്രയും കാറ്റഗറൈസ് ചെയ്താണ് നമ്മൾ സർവൈലൻസ് ചെയ്യുക. പിന്നെ ബാരാക്സി വർക്ക് ചെയ്യുന്നവർ, പിന്നെ സ്നംഡല്ലേഴ്സ്, അവരെയൊക്കെ പ്രത്യേകം സർവൈലൻസ് ചെയ്യണം. അവർക്കൊക്കെ റുമാറ്റിക് ഫീവർ ഉണ്ടാവും, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫസ്റ്റ് സെപ്റ്റോകോക്കൽ ഫാരഞ്ചൈറ്റിസ് ആണ് ഉണ്ടാവുക. പിന്നെ സോത്രോട്ട് ഉണ്ടെങ്കിൽ, അവർക്ക് സോത്രോട്ട് ഉണ്ടെങ്കിൽ സ്വാബ് ചെയ്യുക, കൾച്ചർ ചെയ്യുക, ലബോറട്ടറി കൊണ്ടുകൊടുത്ത് കൾച്ചർ ചെയ്യുക, സെപ്റ്റോകോക്ക ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇനി അഫക്റ്റ് ചെയ്ത ചിൽഡ്രന് ഈ സ്ട്രെപ്റ്റോക്കോക്കൽ ഫാരഞ്ചൈറ്റിസ് എന്ന് കൺഫേം ആയെങ്കിൽ ബെൻസിൽ പെൻസിലിൻ അല്ലെങ്കിൽ ബെൻസാത്തിൻ അത് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചക്ഷൻ ഉണ്ട്. അല്ല പെൻസിലിൻ ഡ്രഗ് ആയിട്ടാണ് കൊടുക്കുന്നെങ്കിൽ 10 ദിവസം കൊടുക്കണം. ബെൻസാത്തിൻ അല്ലെങ്കിൽ ബെൻസിൻ 6 ലാക്ക് യൂണിറ്റ് കൊടുക്കണം. ബെൻസിൻ അല്ലെങ്കിൽ ബെൻസാത്തിൻ 6 ലാക്ക് യൂണിറ്റ് കൊടുക്കണം. 6 ലാക്ക് യൂണിറ്റ് അഡിക്കേറ്റ് ആണ്, കാരണം ഹൈ റിസ്ക് ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ് അത്രയും ഡോസ് കൊടുക്കുന്നത്. പക്ഷെ അഡൽറ്റിന് അത്രയും ഡോസ് വരുന്നില്ല. ബെൻസാത്തിൻ 1.2 മില്യൺ യൂണിറ്റേ ഉള്ളൂ. അത് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടാണ് ബെൻസാത്തിൻ ആണ് അല്ലെങ്കിൽ ബെൻസാത്തിൻ രണ്ടും ഒന്ന് തന്നെയാണ് ഇഞ്ചക്ഷൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. 1.2 മില്യൺ യൂണിറ്റ് ആണ് ബെൻസിൻ അല്ലെങ്കിൽ ബെൻസാത്തിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ പെൻസിലിന് അലർജി ഉള്ള പിള്ളേർ അല്ലെങ്കിൽ അലർജി ഉള്ള അഡൾട്ട്സിന് എരിത്രോമൈസിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. പെൻസിലിന് അലർജി ഉണ്ടെങ്കിൽ ഏത് കേസിനും നമുക്ക് എരിത്രോമൈസിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് പറയാൻ പറ്റുക. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ സെക്കൻഡറി പ്രിവെൻഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ പ്രാക്ടിക്കൽ അപ്രോച്ച്. കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഓൾറെഡി വന്നു കഴിഞ്ഞു സെക്കൻഡറി പ്രിവെൻഷനുള്ള കേസസ്. അവർക്ക് റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വന്നെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. റുമാറ്റിക് ഫീവർ ഉള്ളവർക്ക് പെൻസിലിൻ അത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുക. 3 വീക്സിന് ഉള്ളിൽ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുക. ഇൻട്രാമസ്കുലർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അത് 5 ഇയേഴ്സ് എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണം. 3 വീക്സിന് കൂടുതൽ തന്നെ റുമാറ്റിക് ഫീവറിന്റെ റിക്കറന്റ് അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 ഇയേഴ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ആ ചൈൽഡ് ഇപ്പൊ 5 to 15 ഇയേഴ്സ് ഉള്ള ചൈൽഡിനെ ബാധിച്ചെങ്കിൽ 5 ഇയേഴ്സിനെ ബാധിച്ചെങ്കിൽ 18 ഇയേഴ്സ് വരെ, അല്ലെങ്കിൽ 6 ഇയേഴ്സ് ബാധിച്ചെങ്കിൽ 18 ഇയേഴ്സ് ആവുന്നവരെ, ആ ചൈൽഡ് ആവുന്നവരെ 3 വീക്സ് ബെൻസിൻ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. റിക്കറന്റ് അറ്റാക്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. റിക്കറന്റ് അറ്റാക്സ് പ്രിവെന്റ് ചെയ്താൽ മാത്രമേ RSD പ്രിവെന്റ് ആയി എന്ന് പറയാൻ പറ്റൂ. പിന്നെ കാർഡിയൈറ്റിസ് എന്ന് പറഞ്ഞാൽ മേജർ മാനിഫെസ്റ്റേഷൻ ഉണ്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്. അതുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ് എങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 25 ഇയേഴ്സ് വരെ എന്തോരം ട്രീറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സ്. മറ്റേത് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് എങ്കിലും ട്രീറ്റ് ചെയ്യണം. 18 ഇയേഴ്സ് വരെ ട്രീറ്റ് ചെയ്യുന്നത് അത്യുത്തമമാണ്. വരാനുള്ള ചാൻസ് കുറവാണ്. അത്രയും കാലം ട്രീറ്റ് ചെയ്താൽ വരാനുള്ള ചാൻസ് കുറവാണ്. കാർഡിയൈറ്റിസ് ഉള്ള പേഷ്യൻസ് അറ്റ്ലീസ്റ്റ് 10 ഇയേഴ്സ് എങ്കിലും ട്രീറ്റ് ചെയ്യണം. എന്നാലും റിക്കറന്റ് അറ്റാക്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് 25 ഇയേഴ്സ് വരെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ കാരണം. ഇനി അതിനെക്കാട്ടി സിവിയർ ആയിട്ടുള്ള വാൽവുലാർ കേസസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് നല്ലതായിട്ട് ഹാർട്ടിലെ എല്ലാ ലേസും ബാധിച്ചിരിക്കുന്നു, വാൽസിനെയൊക്കെ ബാധിച്ചിരിക്കുന്നെങ്കിൽ വാൽവ് സർജറി വേണ്ടി വരും. പിന്നെ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ്, പെൻസിലിൻ കൊണ്ടുള്ള ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. റിക്കറന്റ് അറ്റാക്സ് വരാതിരിക്കാൻ വേണ്ടി ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അത്രയ്ക്ക് മേജർ സിവിയർ കേസസിനെ അത് ബാധകമാകത്തുള്ളൂ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ഒക്കെ. അത് മേജർ ഡിസേബിലിറ്റി വേണമെങ്കിൽ മേജർ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാം. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ നോൺ മെഡിക്കൽ മെഷേഴ്സിനെ പറ്റി പറയുന്നത്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഇനി മെഡിക്കൽ ആയിട്ടല്ലാതെ എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? ലിവിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക, എന്ന് വെച്ചാൽ ഹൗസിംഗ് ഇംപ്രൂവ് ചെയ്യുക, വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യുക, ഡാർക്ക് റൂംസ് ഒന്നും ഇരിക്കാതെ വെന്റിലേറ്റഡ് റൂംസ് ഇരിക്കാമെന്ന് നമ്മൾ നോക്കുക. ലിവിംഗ് കണ്ടീഷൻ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, നേരത്തെ പറഞ്ഞ ലിവിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ ഹൗസിംഗ് ഒക്കെ ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ പ്രിവെന്റ് ചെയ്യുക, ഹൗസിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ റുമാറ്റിക് ഫീവർ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിന്റെ ഇൻസിഡൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് DHIC എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ സ്ട്രോക്ക്, ഇവർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മേജർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്, മൈനർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അത് മേജർ ആയിട്ട് ഈ DHIC എക്സാമിൽ കാണുന്നത് പോളിയാത്രൈറ്റിസ്, അത് തിരിച്ചും മറിച്ചും ചോദിക്കും, ഏതാ മേജർ ഏതാ മൈനർ. മേജർ മാനിഫെസ്റ്റേഷൻ അത് റിവേഴ്സ്ഡ് ജോൺസ് ക്രൈറ്റീരിയ ആണ്. ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. RSDയുടെ മേജർ മാനിഫെസ്റ്റേഷൻ, മൈനർ മാനിഫെസ്റ്റേഷൻ ജോൺസ് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ആയിട്ട് ഇത് രണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, പോളിയാത്രൈറ്റിസ് അല്ലെങ്കിൽ പോളിയാത്രൈറ്റിയ. അത് ഏതാണ് മേജർ, അത് ഏതാണ് മൈനർ. മേജർ മാനിഫെസ്റ്റേഷൻ വരുന്നത് പോളിയാത്രൈറ്റിസ്, സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്, കാർഡിയൈറ്റിസ്. നേരത്തെ പറഞ്ഞ 3 കേസസും 70 to 80% കേസസിന് പോളിയാത്രൈറ്റിസ്, പിന്നെ 60 to 70% കേസസിന് കാർഡിയൈറ്റിസ്. അത് രണ്ടും മേജർ മാനിഫെസ്റ്റേഷൻ ആണ്. സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾ ഒക്കെ വരുന്ന കാര്യം പറഞ്ഞില്ല, അത് മേജർ മാനിഫെസ്റ്റേഷൻ ആണ്. പോളിയാത്രാജിയ മാത്രമേ ഉള്ളൂ മൈനർ മാനിഫെസ്റ്റേഷൻ. അത് തിരിച്ചിട്ടാണ് മേജറായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഹൈപ്പർ ടെൻഷൻ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞ വർഷം
2025 എസ് എ ചോദിച്ചിരുന്നു. അത് ഈ ട്രാക്കിംഗ് ഓഫ് BP ചോദിച്ചിരുന്നു. ട്രാക്കിംഗ് ഓഫ് BP 2024 ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ, ട്രാക്കിംഗ് ഓഫ് BP 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റ് ആയിട്ട് വന്നേക്കുവാണ്. ഇനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 അബ്രീവിയേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് കൊറോണ ഹാർട്ട് ഡിസീസിന്റെ അബ്രീവിയേഷൻ കറക്റ്റ് ചോദിച്ചിരുന്നു. ഹൈപ്പർ ടെൻഷന്റെ ഒരു അബ്രീവിയേഷൻ ആയിരുന്നു അത്. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. എല്ലാവർക്കും ഇത് ഓർമ്മ വരാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് ഇട്ടത്. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു NP-NCD ആണ്. ഇപ്പോൾ NPCD-CS പ്രോഗ്രാമിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമാണ് NPCD-CS. അതിനി NP-NCD ആണ്, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നേരത്തെ ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് പകരം ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, സ്ട്രോക്ക് എന്നായിരുന്നു. അതിന് പകരം NP-NCD ആക്കി. NPCD-CS NP-NCD ആയിട്ട് മോഡിഫൈ ചെയ്തു. നാഷണൽ പ്രോഗ്രാം ഓഫ് പ്രിവെൻഷൻ ഓഫ് ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇതിങ്ങനെ പഠിച്ചിരിക്കണം. ചിലപ്പം NPCD-CS പകരം NP-NCD എന്തുവാന്ന് പറഞ്ഞ് ചോദിച്ചാൽ NP-NCD എന്തുവാന്ന് പറഞ്ഞ് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് രണ്ടും ഒന്നാണ്, ഒരു പ്രോഗ്രാമാണ്. മോഡിഫൈ ചെയ്ത് വേറെ പേരാക്കിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, ഈ വർഷം 2025 കൊണ്ടാണ് ആ മാറ്റം വന്നത്. പിന്നെ ഇമേജ് എന്ന് പറയുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. IMA കോസ് എക്കോ ഫ്രണ്ട്ലി. പിന്നെ VLDL, വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അതാണ് VLDL. VLDL ആണ് ഏറ്റവും കൂടുതൽ കൊറോണ ഹാർട്ട് ഡിസീസിന് ഏറ്റവും കൂടുതൽ ചാൻസസ്, ഏറ്റവും കൂടുതൽ കുഴപ്പമാക്കുന്ന ലൈപ്പോപ്രോട്ടീൻ VLDL ആണ്. അത് കഴിഞ്ഞിട്ട് LDL, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. HD ആണ് ഏറ്റവും സേഫ് ലൈപ്പോപ്രോട്ടീൻ, ഗുഡ് ലൈപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ സേഫ് ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് HDL ആണ്. HDL ആണ് ഹാർട്ടിന് നല്ലത്. അത് ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ആണ്. 40 കൂടണം അതിന്റെ വാല്യൂ, എന്നാലേ അത് ബെറ്റർ ആവത്തുള്ളൂ. HDL വാല്യൂ എപ്പോഴും 40 കൂടണം. പിന്നെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത് ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്, എല്ലാ പ്രാവശ്യം വരുന്ന ഒരു അബ്രിവേഷൻ ആണ്. അത് സ്ട്രോക്ക്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ പ്രൊട്ടക്റ്റീവ് ലൈപ്പോപ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ HDL ആണ് പ്രൊട്ടക്റ്റീവ് ലൈപ്പോപ്രോട്ടീൻ. LDL വന്നിട്ടുണ്ട്, കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. HDL ആണ് പ്രൊട്ടക്റ്റീവ്, മറ്റേ നശിപ്പിക്കുന്നത് LDL ആണ്. അത് LDL വാല്യൂസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത്. HDL വാല്യൂസ് കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. ടെറിഷറി പ്രിവെൻഷൻ ആണ് റീഹാബിലിറ്റേഷൻ. ടെറിഷറി പ്രിവെൻഷൻ റീഹാബിലിറ്റേഷൻ വരുന്നതാണ്. പിന്നെ ഹ്യൂമൻ ടിഷ്യൂസ് ആൻഡ് ഫ്ലൂയിഡ്സ്, അത് പത്തോളിക്കൽ വേസ്റ്റ്, അത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. പിന്നെ റിപ്പയർ ഓഫ് പൊലാപ്സ്ഡ് യൂട്രസ്, അത് ജെറിയാട്രിക് ഗൈനക്കോളജി. അത് ഏജ്ഡ് പീപ്പിൾ ഞാൻ ഈ പൊലാപ്സ്ഡ് യൂട്രസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതൽ, അതുകൊണ്ട് ജെറിയാട്രിക് ഗൈനക്കോളജി റിലേറ്റഡ് ടോപ്പിക്കാണത്. ഇനി അടുത്ത 2024 സെയിം സാധനം തന്നെ ചോദിച്ചിരുന്നു. സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് RSD കണ്ടോ, അത് ചോദിച്ചിരുന്നു. റൊമാറ്റിക് ഹാർട്ട് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. പിന്നെ കോയിറ്റിലേറ്റ് ഇൻഡെക്സ്, ഒബീസിറ്റി നമ്മൾ പഠിക്കും, ബോഡി വെയിറ്റ് റിലേറ്റഡ് ഇൻഡെക്സ് ആണ്. ROP റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, അത് ബ്ലൈൻഡ്നസ്സിൽ പഠിക്കും, അത് ബ്ലൈൻഡ്നസ് ആയിട്ട് റിലേറ്റ് ചെയ്താണ്. പ്രൈമറി പെൻഷൻ, ടെറിഷറി പെൻഷൻ, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. പ്രൈമറി പെൻഷൻ എന്തുവാ, സെക്കൻഡറി പെൻഷൻ എന്തുവാ, ടെറിഷറി പെൻഷൻ എന്തുവാന്നുള്ള ധാരണ നമുക്കിരിക്കണം. പ്രൈമറി പെൻഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് പ്രൊമോഷൻ ആണ്. ടെറിഷറി പെൻഷൻ എന്ന് പറയുമ്പോൾ ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആണ്. സെക്കൻഡറി പെർമിഷൻ ആണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഏർലി ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് സെക്കൻഡറി പെർമിഷന്റെ ഭാഗമാണ്. പ്രൈമറി പെർമിഷൻ ഹെൽത്ത് പ്രൊമോഷന്, ടെറിഷറി പെർമിഷൻ ഡിസേബിലിറ്റി ലിമിറ്റേഷൻ. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഡാഷ് ചോദിച്ചിരുന്നു. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഡാഷ് എന്തൊക്കെ മോഡിഫിക്കേഷൻ ഹൈപ്പർ ടെൻഷനെതിരെ നമ്മൾ ഡയറ്ററി മോഡിഫൈ ചെയ്ത് എങ്ങനെ കുറയ്ക്കാൻ കൊണ്ടുവരുന്നു, അതൊക്കെ ഒരു അപ്രോച്ചാണ്. അതാണ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. മെറ്റ്ഫോമിംഗ് എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്നു, ഒരു ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ ഡാഷിന്റെ ഭാഗമാണ്. പിന്നെ NPHTE, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ ആൻഡ് എൽഡർലി, അതങ്ങനെ ചോദിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് അത് ചോദിക്കുന്നത്. പിന്നെ ട്രാൻസിൻ ജീമറ്റാതെ ആണ് വീണ്ടും ചോദിച്ചു കണ്ടോ, അബ്രീവേഷൻ ആയിട്ട്. നേരത്തെ അത് മാച്ച് ദ ഫോളോയിങ് വന്ന് ഇപ്പൊ അബ്രീവേഷൻ ആയിട്ട് വന്നു. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഒയാസിസ്, ഓൾഡ് ഏജ്, ഇൻകം ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, അത് ജെറിയാട്രിക് ജെറന്റോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. പിന്നെ CBO കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, അത് പാലിയേറ്റീവ് കെയർ റിലേറ്റഡ് ടോപ്പിക്കാണ്. ട്രാക്കിംഗ് ഓഫ് BP ചോദിച്ചിരുന്നു. പോപ്പുലേഷൻ സ്ട്രാറ്റജി, ഹൈ റിസ്ക് സ്ട്രാറ്റജി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ആണ്. പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹൈ റിസ്ക് സ്ട്രാറ്റജിയും ചോദിച്ചത്. അത് ജനറൽ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ കേസസിന് നമുക്ക് എക്സാമ്പിൾ കൊടുത്തെഴുതാം. 5 മാർക്കിനുള്ള essay ആയിട്ടാണ് ചോദിച്ചത്. പിന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എപ്പിഡമോളജിക്കൽ പാറ്റേഴ്സ് 5 മാർക്കിന് ചോദിച്ചിരുന്നു. അത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. 5 മാർക്കിന് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ചോദിച്ചിരുന്നു. ഇത് അതിന്റെ ആൻസേഴ്സ് ആണ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആ സെയിം ഇയർ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഫ്രീക്വന്റ് ഫോം ഓഫ് സ്ട്രോക്ക് ഇഷീമി സ്ട്രോക്ക് ആണ്. മോസ്റ്റ് ഫ്രീക്വന്റ് ഫോം ഓഫ് സ്ട്രോക്ക്, മറ്റേ ഹെമറാജിക് സ്ട്രോക്ക് അല്ല, മോസ്റ്റ് ഫ്രീക്വന്റ് ഫോം ഇഷീമി സ്ട്രോക്ക് ആണ്. ഫസ്റ്റ് പറഞ്ഞ ടൈപ്പാണ്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പഠിക്കേണ്ടെന്ന് പറയാൻ കാരണം. പിന്നെ ഹൈപ്പർ ടെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത് 140 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി സിസ്റ്റോളിക് BP ഉള്ളവർക്കും 90 മില്ലിമീറ്റേഴ്സ് BP
മില്ലിമീറ്റേഴ്സ് മെർക്കുറി ഡയസ്റ്റോളിക് ബി പി ഉള്ളവർക്കാണ് ഹൈപ്പർ ടെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഗ്രേഡ് 1 ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഗ്രേഡ് 1 ഹൈപ്പർ ടെൻഷൻ 140 മില്ലിമീറ്റേഴ്സ് മെർക്കുറി 90 മില്ലിമീറ്റേഴ്സ് മെർക്കുറി അതിൽ കൂടുതലുള്ള ഏത് കേസും ഹൈപ്പർ ടെൻഷൻ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സിസ്റ്റോളിക് ബി പി കൂടിയാലും ഹൈപ്പർ ടെൻഷൻ ആണെന്ന് പറയാം. ഡയസ്റ്റോളിക് ബി പി ഇപ്പം 80 കൂടിയാലും ഹൈപ്പർ ടെൻഷൻ അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. ഗ്രേഡ് 1 ആണെങ്കിൽ ഇപ്പൊ 90 വേണ്ടി കാണണം ഡയസ്റ്റോളിക് ബി പി. പിന്നെ ഐസൊലേറ്റ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അത് 140 വേണ്ട സിസ്റ്റോളിക് ബി പി പോകുന്നു. പക്ഷേ ഡയസ്റ്റോളിക് ബി പി 80 താഴെ നിൽക്കുന്നു, നോർമലാണ്. അത് ഐസൊലേറ്റ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ. പിന്നെ ലാസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ഇന്ത്യ വർക്കിംഗ് ഫോർ എൽഡറി ഹെൽപ്പ് ഏജ് ഇന്ത്യ. അത് പാലിറ്റിക്കർ അല്ല ജനറോളജി റിലേറ്റഡ് ടോപ്പിക്കാണ്. പിന്നെ ഡയബറ്റീസ് മെലിറ്റസുമായിട്ടുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ് IGT. നമ്മളത് പഠിക്കും. ഡയബറ്റീസ് മെലിറ്റസും നോർമാലിറ്റിയും ഉള്ള നടുക്കുള്ള സ്റ്റേറ്റ് ആണ് IGT, ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. പിന്നെ അഞ്ചാമത്താണ് കണ്ടോ, മിട്രൽ വാൽവ് ഇൻസഫിഷ്യൻസി. വാൽസിനൊക്കെ ഉണ്ടാക്കുന്ന ഡിസീസാണ്, പ്രിവെന്റബിൾ ക്രോണിക് ഡിസീസാണ്. NCD ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. റുമാറ്റിക് ഫീവർ ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനോട് പോകുന്നത്. ആ സമയം തന്നെ ഈ കേസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. RSD ഈസ് പ്രിവെന്റബിൾ ക്രോണിക് ഡിസീസ് വിച്ച് ക്യാൻ കോസ് മിട്രൽ വാൽവ്. മിട്രൽ വാൽവ് എന്ന് പറയുമ്പോൾ ഹാർട്ടിലെ ബൈക്കസ്പിഡ് വാൽവാണ്. ബൈക്കസ്പിഡ് വാൽവിന്റെ ഇൻസഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് RSD ഹാർട്ടിനെയും ബാധിക്കും, ഹാർട്ട് വാൽവ്സിനെയും ബാധിക്കും. എല്ലാ വാൽവ്സ്, അയോട്ട, പൾമോണറി വാൽവ്, മിട്രൽ വാൽവ്, ബൈക്കസ്പിഡ്, ട്രൈക്കസ്പിഡ് എല്ലാം ബാധിക്കും. പിന്നെ എപ്പിസോഡ് ഓഫ് ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, അത് ട്രാൻസിൻ ഡിസീമിക് അറ്റാക്കിന്റെ വേറൊരു ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നെയിം ദ ഫോളോയിങ് എന്ന് പറഞ്ഞുകൊണ്ട് TIA പിന്നെയും ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ടൈപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതാണ് ട്രാൻസിൻ ഡിസീമിക് അറ്റാക്ക്. പിന്നെ റെക്കമെൻഡഡ് ഡെയിലി സാൾട്ട് ഇൻടേക്ക് ആസ് പെർ WHO, അത് 5 ഗ്രാം പെർ ഡേ. 5 ഗ്രാമിൽ കൂടരുത്, അതാണ് WHO പറയുന്നത്. ഞാൻ നേരത്തെ ഹൈപ്പർ ടെൻഷൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് 5 ഗ്രാം പെർ ഡേ. പിന്നെ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ്, അത് ജെറന്റോളജി ഡെഫിനിഷൻ ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ് physiological changes which are incident to old age. Gerontology definition ആണ്. ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ സ്കിൻ ഫോൾഡ് തിക്നെസ്. സ്കിൻ ഫോൾഡ് തിക്നെസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. അത് ഒബീസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. പിന്നെ ഇത് പഠിച്ചു വെച്ചോ, ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്. വൈറസ് റെസ്പോൺസിബിൾ ഫോർ സെർവിക്കൽ ക്യാൻസർ, HPV. ക്യാൻസർ നമ്മളിത് പഠിക്കും, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതിനേ ഉള്ളൂ വാക്സിൻ ആയിട്ടുള്ളത്. സെർവിക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ ആയിട്ട് HPV വാക്സിൻ ഉള്ളത്. താങ്ക് യു. ഹലോ.